ഈ കഴിഞ്ഞ 12-ാം തീയതി അനിയൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് നമ്മളിങ്ങനെ ആശിച്ച് മോഹിച്ച് നിന്നൊരു കല്യാണമാണിത്. അപ്പോൾ ഇതാ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് മഹർ. നമ്മൾ ആഷിഖ് എന്നാണ് അവൻ്റെ പേര്, ആഷിഖ് എന്നാണ് പേര് എഴുതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സേവ് ദ ഡേറ്റൊക്കെ നമ്മൾ ഒരാഴ്ച മുന്നേ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ പേര് മിസ്രിയ എന്നാണ് കേട്ടോ. അങ്ങനെ ഒക്ടോബർ 12-ാം തീയതി നമ്മൾ കല്യാണം തീരുമാനിച്ചു. പിന്നെ നമ്മളിത് ബ്രൈഡിന് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയൊരു ബാഗാണ് കേട്ടോ, ഒരു ഹാൻഡ് ബാഗാണ്. അപ്പം ഞാനത് നമുക്ക് അത് ഓർഡർ വന്നപ്പോൾ അതൊന്ന് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളതിന് ഡാമേജൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയോടുകൂടിയുള്ള ബാഗാണ്. അത്ര എന്താ പറയുക, അത്ര മോശമൊന്നും ആയിട്ടില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കാണുന്ന എന്താ നമ്മൾ അങ്ങനെ പിക്ചർ കാണുന്ന ആ ഒരു ഭംഗി കിട്ടുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിനി റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈമായി പോകും. അപ്പോഴത്തേക്ക് നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു പോകും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമുക്കത് കയ്യിൽ കിട്ടും വേണം. അപ്പോൾ ഞാനത് പിന്നെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല പ്രോഡക്റ്റ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഒഴിവാക്കിയൊന്നുമില്ല. നല്ലൊരു കളറും, പിങ്കല്ല, പിങ്കും ഒരു ബിസ്ക്കറ്റ് കളറും അല്ലാത്തൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മുടെ ഫോണും അതേപോലെ ചെറിയ കുടകളൊക്കെ വെക്കാം, ഒരു കുടയൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെ മേക്കപ്പ് സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാം. അപ്പോൾ ഞാനതിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ. നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് നല്ലതാണോ, പൈസ അതൊക്കെ ഉള്ള വർത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതേപോലെ അഡ്ജസ്റ്റബിളാണ് അതിൻ്റെ വള്ളിയൊക്കെ. അങ്ങനെ നമ്മുടെ തലേ ദിവസത്തെ പന്തലാണ് കേട്ടോ അത്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസമൊക്കെ. അപ്പോൾ അതാ പന്തലിൻ്റെ ആ ഒരു തുണിയൊക്കെ വെള്ള കളറും റോസൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അത് നനഞ്ഞാകെ ചളി പിളിയാവും. അപ്പോൾ അതേപോലെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വീട് കൂടലും അതേപോലെ വല്യപ്പാൻ്റെ ആണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയൊക്കെ കേട്ടോ. മഴ പെയ്തിട്ടാകെ അലമ്പായി കിടക്കുന്നുണ്ട്. എന്നാലും കല്യാണത്തിൻ്റെ അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, മഴയൊന്നും പെയ്തിട്ടില്ല. ഇത് നമ്മൾ പിറ്റേന്ന് ചെക്കനെ നിക്കാഹിന് ഇറങ്ങാൻ സമയത്ത് ഉസ്താദ്മാർ ദുആ ചെയ്ത് പോവാണ് കേട്ടോ, അവർ പോവാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെക്കൻ്റെ ഒപ്പരം പെണ്ണിനെ കൂട്ടാൻ പോകുന്നവരൊക്കെ അവിടെയാണ് കേട്ടോ, പെണ്ണിൻ്റെ വീട്ടിലാണ് ഫുഡ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോകുന്നുണ്ട് ഇവിടുന്ന്. നമുക്കിവിടെ ബീഫ് ബിരിയാണിയും അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നമ്മളൊക്കെ അവിടെ പോയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ പുറമെന്ന് വരുന്നവർക്കൊക്കെ നമ്മൾ ഇവിടെ ഒരുക്കിയത് ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ വന്ന ആൾക്കാർ മാത്രമാണ്. ഇപ്പോൾ അവിടെ ചെറിയൊരു ഫങ്ഷൻ മാതിരിയാണ് കേട്ടോ കല്യാണം വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെന്ന ആൾക്കാരാണ്. പിന്നെ ഇനി ആണുങ്ങളൊക്കെ നിൽക്കാൻ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എത്തണം. അപ്പോൾ ഇതാ അവർ നിൽക്കാതെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചെക്കന്. ഇതാണ് ചെക്കൻ കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ബൊക്കെയൊക്കെ കൊടുത്തിട്ടാണ് അവർ പെണ്ണിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ പോയിട്ട് മാറ്റിച്ചതാണ് കേട്ടോ. വൈറ്റ് ലെഹങ്കയായിരുന്നു ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ബൊക്കെയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മിഠായി കൊടുക്കലോ മിക്സ് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മിഠായി കൊടുത്തു. പിന്നെ മഹർ കെട്ടാനുള്ള ഓരോ പരിപാടിയാണ് കേട്ടോ. മഹർ കെട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ മിഠായി കൊടുത്തത് കേട്ടോ.
بسم الله الرحمن الرحيم. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم وصل بلغ مصر الشباب ما قرأناه من القرآن هذه هدية ما سلكم رحمة عامة بركة شاملة بعد القبول أفضلا منا إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. اللهم انزله مقاتا المقرب عندك يوم القيامة. شيخنا ومشايخ مشايخنا المتسلسلين إلى رسول الله صلى الله عليه وسلم. اللهم بحقهم وبجاههم يسر أسيرنا وسهل أمورنا واشف مرضانا وكل حوائجنا وقض ديوننا يا رب العالمين. اللهم ربنا هب لنا من أزواجنا قرة عين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين بفضلك. وصلى الله عليه وسلم.